അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ എല്ലാം വന്നു. മൊത്തത്തിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഒക്കെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത വളരെ വലിയ ഗ്രൂപ്പായിരുന്നു. പ്രിലിംസ് വരുന്നതിന് മുന്നേ തന്നെ സഹകാരി അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കട്ട് ഓഫ് അല്ലേ 35 മാർക്കിന് മുകളിലോട്ട് വരുന്ന എല്ലാ പേരും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനോടൊപ്പം നമ്മുടെ ഈ പറഞ്ഞ NCA കാറ്റഗറി നിങ്ങൾ മാർക്ക് ഒരു 20-25 അതൊക്കെ ഓക്കെയാണ്. കാരണം കഴിഞ്ഞതിനൊക്കെ ആണെങ്കിൽ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. മാത്രമല്ല സർവീസ് കാറ്റഗറിക്കാർക്കും കട്ട് ഓഫ് വളരെ കട്ട് ഓഫ് ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ. അത് സർവീസ് കാറ്റഗറി ഒരുവിധം എല്ലാവർക്കും അവസരം കിട്ടും. കാരണം കുറച്ച് പേര് മാത്രമേ പരീക്ഷ എഴുതുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ നിലവിൽ സഹകാരി ഫ്രീ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡി പ്ലാനും അതുപോലെ ക്ലാസ്സുകളും പിന്നെ നോട്ടുകളുമായിട്ടൊക്കെ നമുക്ക് സൗജന്യ ക്ലാസ് ആദ്യമേ തുടങ്ങാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൻ്റെ എല്ലാ ആക്സസും നിങ്ങൾക്ക് പറഞ്ഞ റിസൾട്ട് വരുന്നവരെ ഉണ്ടായിരിക്കും. അതുവരെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ തന്നെ പിടിച്ചു നിർത്തണം. അപ്പോൾ അതിനുവേണ്ടി ആ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ഡിവിഷണൽ അക്കൗണ്ട് DA മെയിൻസ് എന്നിവിടെ വാട്സാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് ആഡ് ചെയ്യാം. അതിനോടൊപ്പം ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമുണ്ട്. കാര്യം നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജൂൺ ഇപ്പോൾ ആവാൻ പോകുന്നു അല്ലേ. മെയ് ഇപ്പോൾ കഴിയും, ജൂൺ ആവാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൺഫർമേഷൻ മെയിൻസിൻ്റെ കൺഫർമേഷനും അതോടൊപ്പം ഇതിൻ്റെ റിസൾട്ടും കൂടെ ഒറ്റയടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് വളരെ വേഗം വരിക, ഒരു 1.5 മാസം വേണമെന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. ആ 1.5 മാസം മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് നഷ്ടപ്പെടുന്നതാണ്. സഹകാരിയുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനുവേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും ഈ അവസരം നഷ്ടമാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇതിനു വേണ്ടി മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം മക്കളെ. അപ്പോൾ നമുക്ക് ഇതുവരെ 2 ലക്ഷത്തോളം പേരാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കുപ്പൻസി 50% ആയിരുന്നു അറിയാം അല്ലേ. ക്ലാസ്സിൽ ഏകദേശം നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും 20 പേരിരിക്കുന്ന ക്ലാസ്സിൽ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഓൺ ആൻ ആവറേജ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 1 ലക്ഷത്തോളം ആപ്ലിക്കൻസ് ആയിരിക്കും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് ചെന്നിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർ ഇതിൽ ഇംഗ്ലീഷ് ഉണ്ടോ അല്ലെങ്കിൽ മാത്സ് ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെ പരസ്പരം പലരും ചോദിക്കുന്നതും അല്ലെ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ കണ്ടാവും. ഒരു പക്ഷേ നന്നായിട്ട് പഠിച്ച ഒരാളും കൂടെ മാത്രമേ അല്ലെങ്കിൽ ഒരാളൊക്കെ മാത്രമേ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ നമ്മുടെ സഹകാരിയുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ റെസ്പോൺസ് വെച്ച് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 8000 ക്ലാസ് റൂമുകളാണ് വരുന്നത്. ഈ 8000 ക്ലാസ് റൂമുകളിൽ നിന്ന് ഒരു 8000 പേരായിരിക്കും അത്യാവശ്യത്തിന് വേണ്ടി പഠിച്ചിട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 59 എന്നൊക്കെ വളരെ ഉയർന്ന എക്സെപ്ഷണൽ മാർക്കുകളാണ്. അപ്പോൾ സഹകാരിയുടെ ഒരു മിടുക്കി 59 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇത് ഈ പറഞ്ഞ പോലെ എഴുതാൻ പറ്റാത്ത ആൾക്കാരല്ല നിങ്ങളാരും അല്ലേ. എഴുതാൻ പറ്റാത്ത ആൾക്കാരെ പഠിക്കാത്ത ആൾക്കാരും അല്ല. ഇത് മിടുക്കരെയാണ് അവർ നോക്കിയത് അല്ലേ. ഏത് ക്വസ്റ്റ്യൻ എഴുതണമെന്നും ഏത് എഴുതണ്ടെന്നും തീരുമാനിക്കാനും ഇവിടെയുള്ള നോഹവും കൂടിയാണ് അവിടെ ചെക്ക് ചെയ്യപ്പെട്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷയായിരുന്നു. ഒരു 1.5 മണിക്കൂർ വന്നിട്ടാണ് ഈ പരീക്ഷ എന്നുണ്ടെങ്കിൽ റിസൾട്ട് വേറെ ഒന്നായി മാറിയാനേ. ഇത് 1 മണിക്കൂർ കൃത്യമായിട്ട് 40 മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1 മിനിറ്റ് കൊണ്ട് ഒരിക്കലും തീരില്ല, നമുക്കറിയാം അല്ലേ. 1 മിനിറ്റ് വെച്ച് എടുത്താൽ തന്നെയും 40 മിനിറ്റ് അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് 30 ഇംഗ്ലീഷും അതുപോലെ 30 അക്കൗണ്ടൻസി ഭാഗത്ത് ഇത് കറക്റ്റ് ഡയറക്റ്റ് യൂസിനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമുക്കറിയാം നമ്മളത് സഹകാരിയുടെ പിള്ളേർ പഠിച്ചതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർക്ക് ആ ഒരു 30-ൽ 28 സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്തരത്തിൽ വളരെ കോമ്പറ്റീവ് എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ നോക്കാം, ഈ ഒരു ലെവലിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇതിൽ കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി NCA ചോദിക്കും, സാറേ എനിക്ക് 20 മാർക്കുണ്ട് 25 മാർക്കുണ്ട് ഞാൻ പഠിക്കണോ, അല്ലെങ്കിൽ ഞാൻ ബൈ ട്രാൻസ്ഫർ 20-25 മാർക്കേ കിട്ടുള്ളൂ പഠിക്കണോ? അങ്ങനെ ഉള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സമയം പാഴാക്കരുത് എന്ന് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇത്രയും സമയം നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. എനിക്ക് പ്രിലിംസ് കിട്ടി എന്നുള്ള കോൺസെപ്റ്റിൽ പഠിക്കാം. ഇനി നമ്മൾ 1 മാർക്കിന് പ്രിലിംസ് നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, അത് കോട്ടയെന്ന് വയ്ക്കുക ആ സമയം നിങ്ങൾ. കാരണം ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടല്ലേ മക്കളെ അല്ലേ. പക്ഷേ നിങ്ങൾ നോക്കാതിരുന്നിട്ട് ഒരു 1.5 മാസം 2 മാസം കഴിയുമ്പോൾ പ്രിലിംസിന് റിസൾട്ട് വരുന്നു, നിങ്ങൾ പ്രിലിംസിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന് അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ബാക്കി പോകും. ആ സമയത്ത് നമ്മൾ വിഷമിച്ച് പോകും അല്ലേ. അങ്ങനെ വിഷമിക്കാനുള്ള ഇടം ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാനും പഠിപ്പിച്ചു തുടങ്ങാനും നമ്മുടെ തീരുമാനം. പക്ഷേ നമ്മുടെ ഈ റെഗുലർ കോഴ്സിന്റെ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറയാം. റെഗുലർ കോഴ്സിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ചേർന്ന ഹൈബ്രിഡ് സംവിധാനത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് ഒരു പെയ്ഡ് കോഴ്സായിട്ട് ഇപ്പോൾ തുടങ്ങുന്നില്ല. എല്ലാ കുട്ടികൾക്കും സീരിയസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മൾ നിങ്ങളെ ഫീസ് മേടിച്ച് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പ്രിലിംസ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വി ഹാവ് ടു റീഫണ്ട് ഇറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങാം. പഠിക്കാനുള്ള കോണ്ടന്റ് നമ്മൾ ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഗൂഗിൾ മീറ്റ് സെഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ
അപ്പോൾ നിങ്ങൾ പലരും സിവിൽ സർവീസ് ആസ്പിറൻസ് ഒക്കെയാണ്. അപ്പോൾ അതങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് ആസ്പിറൻസിനൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്യണം. അതിലോട്ട് നമ്മൾ എത്തണം. ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇതൊരു ഡ്രീമാണ് മക്കളെ, ഇതൊരു ഡ്രീമാണ്, ഇതൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് എഫേർട്ടും ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് വരിക. വാട്ട് എവർ ബി ദ മാർക്ക്, നിങ്ങളുടെ മാർക്ക് എത്ര ആയിക്കോട്ടെ, ഞാൻ പ്രിലിംസ് പാസ്സാകുമെന്നൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ മുന്നോട്ട് വരിക. ഒരു 35 മാർക്കിന് മുകളിലോട്ട് കിട്ടിയ ആൾക്കാരെല്ലാം വർക്ക് ചെയ്തോളൂ, ധൈര്യമായിട്ട് വർക്ക് ചെയ്തോളൂ. 35 മാർക്കിന് മുകളിൽ ചെയ്യുക നിങ്ങൾ. ഇൻ കേസ് 38 ആയിപ്പോയി കട്ട് ഓഫ്, നമുക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റൊരു മേഖലയിൽ SSCയിൽ അല്ലെങ്കിൽ PSCയിലോ ഒരു നോളജ് നമ്മൾ എടുത്തത് കൊണ്ട് നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് ആരും പിന്തിരിഞ്ഞ് നിൽക്കണ്ട. പിന്നെ ഇപ്പോൾ ഫീസിൻ്റെ കാര്യം ആരും ചിന്തിക്കേണ്ട. നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അതൊരു അടിപൊളി സ്ട്രാറ്റജിയാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആദ്യത്തെ പ്രിലിംസിൻ്റെ MCQ സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാമല്ലോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എഴുത്ത് പരീക്ഷ അഭിമുഖീകരിക്കുമ്പോഴത്തേക്കും നിങ്ങളെ സിവിൽ സർവീസിന് കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങളുടെ ആ ഒരു ക്ലാസ് ലീഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിനുവേണ്ടി ട്രിവാൻഡ്രത്ത് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ആ ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കണ്ടന്റുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഈ നമ്മുടെ ചാനലിലൂടെയും അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി തന്നുകൊണ്ടിരിക്കും. നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ എന്ത് ചെയ്യുക, കട്ടയ്ക്ക് നിൽക്കുക. 1 മുതൽ അവസാനത്തെ റാങ്ക് വരെയുള്ള സകലമാന റാങ്ക് പ്രിലിംസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ 1ാമത്തെ റാങ്ക് വാങ്ങിയവനും നിങ്ങൾക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ 61 മാർക്ക് അല്ലെങ്കിൽ 59 മാർക്ക് മേടിച്ച ആൾക്കും നിങ്ങൾക്കും ഉള്ള ചാൻസ് ഈക്വലാണ്. മനസ്സിലാക്കണം, ഈക്വലാണ്. അവിടെ കട്ട് ഓഫ് മാർക്ക് ഇല്ല, എല്ലാവർക്കും പാസ് മാർക്കാണ്. പാസ് മാർക്ക് വാങ്ങാൻ വേണ്ടി വ്യക്തമായ ഡിവിഷനോട് കൂടി പഠിച്ചു തുടങ്ങുക. ഇത് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. നിലവിൽ സഹകാരി സ്റ്റുഡൻസ് അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗൈഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് മാത്രം ബാക്കി കോഴ്സുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്